ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവന ചിന്തകളുമായി നിങ്ങളോട് ആയിരിക്കാനായിട്ട് ദൈവം സഹായിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്രദം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 121 അധ്യായത്തിൽ നിന്നാണ്. സങ്കീർത്തനം 121 എന്ന് പറയുന്നത് ആരോഹണ ഗീതങ്ങളിൽ ഒരു ഗീതമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ദാവീദിൻ്റെ സങ്കീർത്തനത്തിനായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അവരെഴുതിയതാണെങ്കിലും വളരെ പ്രത്യേകതകളുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 121. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ 121 സങ്കീർത്തനം വളരെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധേയമാവുകയും ചെയ്തു. അത് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ വി.ഡി. സതീശൻ ആ സങ്കീർത്തനം വായിക്കുകയും ആ സങ്കീർത്തനത്തിൽ നിന്ന് ആ സങ്കീർത്തനം പറയുകയൊക്കെ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടാണ്. അത് അനേക വ്യക്തികൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒന്ന് പ്ലേ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 121 അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴല്ല, അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് അത് ഒരു മീറ്റിംഗിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കാണുവാൻ സാധിച്ചത്. ശ്രീ വി.ഡി. സതീശൻ തന്നെ ആ വാക്കുകൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ ഈ 121 സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് അത് തരുന്നത്. ഈ സങ്കീർത്തനം 121 നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് താൻ തൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഈ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു പറയാനുള്ള കാരണം, സിയോൻ പർവ്വതത്തിൽ യഹോവ വസിക്കുന്നു എന്നുള്ള പഴയ നിയമ കാലഘട്ടത്തിലെ ആ ഒരു സാഹചര്യം വെച്ചിട്ടാണ്. അന്ന് സിയോൻ പർവ്വതത്തിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ദേശത്തോടു കൂടി ആയിരിക്കാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ളത്. പക്ഷേ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എങ്കിൽ പോലും തനിക്ക് സഹായം ലഭിക്കുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പർവ്വതം മാത്രമല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവ്വചരാചരങ്ങളെയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ താൻ ആശ്രയിച്ചത്, തൻ്റെ സഹായത്തിന് വേണ്ടി താൻ നോക്കിയത് യഹോവയിലേക്കാണ്, ദൈവത്തിങ്കിലേക്കാണ്. അതുകൊണ്ട് തനിക്ക് സഹായം ലഭിച്ചു എന്ന് താൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പർവ്വതങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലയ്ക്കപ്പുറമുള്ള ഉന്നതരായ വ്യക്തികളിൽ നിന്നൊക്കെ നമ്മൾ സഹായം ആവശ്യപ്പെടുകയും ചോദിക്കുകയൊക്കെ ചെയ്തു എന്ന് വരാം. നമ്മളെക്കാൾ ഉന്നതരായ സാമ്പത്തികമുള്ള വ്യക്തികളോട് നമ്മൾ ഒരുപക്ഷെ സാമ്പത്തിക സഹായങ്ങൾ ചോദിച്ചു എന്ന് വരാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് സഹായം ചോദിച്ചു എന്ന് വരാം. ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹായം ചോദിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യങ്ങൾക്ക്, മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, അങ്ങനെ പലവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ആളുകളിൽ നിന്ന് സഹായങ്ങൾ ചോദിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ആ ആശ്രയം വെക്കുന്നത് ഈ പർവ്വതസമമായ ഈ വ്യക്തികളിൽ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉന്നതരായ വ്യക്തികളിലാണ് ഒരു പരിധിവരെയൊക്കെ നമ്മൾ സഹായം
ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ആ വ്യക്തികളിൽ നിന്ന് സഹായം നമുക്ക് പലപ്പോഴും ലഭിച്ചു എന്ന് വരികയില്ല. അത് മാനുഷികമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ചിലപ്പോഴൊക്കെ ചില വ്യക്തികളൊക്കെ നമ്മളെ സഹായിച്ചു എന്ന് വരാം. എന്നാൽ നിരന്തരമായി നമുക്ക് ഒരു വ്യക്തിയുടെ സഹായം ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ പിന്നീടുള്ള ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ നിരന്തരമായ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു സഹായം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ഈ ഭക്തനായ വ്യക്തി ചോദിക്കുമ്പോൾ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ സഹായം ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നിരാശകരമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വഴുതി പോകുവാൻ, വീണു പോകുവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും മറ്റാരുടെയും ആശ്രയമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പതറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും മാനസികമായൊക്കെ മനുഷ്യർ തളർന്നു പോകുന്നത് ഇങ്ങനെ അവിടെയും ആശ്രയമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ആളുകൾ നിരാശപ്പെട്ട് തളർന്നു പോയി വഴുതി പോകുന്നത്. അവരുടെ ജീവിതം തന്നെ അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന സാഹചര്യം അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഭക്തൻ പറയുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. വളരെ ഉറപ്പോട് താൻ പറയുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ യഹോവയെ തന്നെ ആശ്രയം വെക്കുന്ന വ്യക്തിക്ക് അവരുടെ കാൽ വഴുതി പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ദൈവിക പ്രവൃത്തി തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ്, നിന്നെ കാക്കുന്നതിന് മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നിന്നെ കാക്കുന്ന ദൈവം അവൻ മയങ്ങിപ്പോകുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ കാവൽക്കാരെല്ലാം, ഒരുപക്ഷെ നമ്മുടെ വീടിന് ഒരാൾ കാവൽക്കാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഒരു കാവൽക്കാരനുണ്ടെങ്കിൽ, കാവൽക്കാരൻ രാത്രി ഉറങ്ങാതിരിക്കേണ്ട വ്യക്തിയാണെങ്കിലും ചിലപ്പോഴൊക്കെ മാനുഷികമായ നിലയിൽ അവൻ മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന് വരാം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരാം. അത് മാനുഷികമായി ഫിസിക്കലി വരെ ഉറങ്ങിപ്പോയി എന്ന് വരാം. അല്ലെങ്കിൽ അവര് നമ്മളെ പരിഗണിക്കേണ്ട സാഹചര്യങ്ങളിൽ വേണ്ടുന്ന നിലയിൽ നമ്മളെ കരുതുവാൻ കഴിയാതെ അവർ മറ്റൊരവസ്ഥയിലേക്ക് അവർ പോയി എന്നൊക്കെ വരാം. അപ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട വ്യക്തികൾക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയാതെ അവർ മയക്കത്തിലായി, അല്ലെങ്കിൽ അവർ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ വരാം. എന്നാൽ യഹോവയായ ദൈവം നമ്മളെ പരിപാലിക്കും, നിത്യം പരിപാലിക്കുമെന്നാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്ന് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഈ ഇതിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. നമുക്കൊരു തണൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു തണലായി വ്യക്തികൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ പ്രായമായ മാതാപിതാക്കൾ അവരുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ മക്കൾ തണലായി തീരുമെന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ടാവാം. അവർ വളർന്നു വരുമ്പോൾ അങ്ങനെ അല്ലാതെ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിന്ന് വരാം. അപ്പോൾ തന്നെ മറ്റ് ഭാര്യ തണലായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് തണലായിരിക്കും, അല്ലെങ്കിൽ മക്കൾ തണലായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തണലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ തണലുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്ന തണൽ തരാൻ കഴിയാതെ അവര് മാറിപ്പോയി അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. എന്നാൽ യഹോവയായ ദൈവം നമുക്ക് തണലായി കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഏത് പ്രതിസന്ധികളിലും, പകലിലെ കൊടും ചൂടിൽ നമ്മൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഈ സാഹചര്യങ്ങളിൽ, പകലെന്ന് പറയുന്ന ഈ കൊടും ചൂടേറിയ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ജീവിതത്തിന്റെ ഈ കൈപ്പേറിയ ചൂടേറിയ പ്രതിസന്ധികളിൽ തണലായി ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. അപ്പോൾ പകലും രാത്രിയും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെന്നും പലപ്പോഴും പല വ്യക്തികൾക്കും രാത്രിയെ ഭയമുള്ള വ്യക്തികളെ നമുക്ക് കാണാറുണ്ട്. പകലുള്ള ചൂടിന്റെ പ്രതിസന്ധികൾ, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ പകലിലോ രാത്രിയിലോ ഏത് സന്ദർഭത്തിലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ജനം ഇസ്രായേൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും
ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമ കാലഘട്ടങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവത്തോട് കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവം തരുന്ന ആ ഉറപ്പ് വളരെ വലിയ ആത്മാ സാന്നിധ്യവും ആത്മധൈര്യവും നമുക്ക് നൽകി തരികയാണ് ചെയ്യുന്നത്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്നവരെ മാതാപിതാക്കൾ വളരെ ആശങ്കകളുണ്ടാവും. അപ്പോൾ അവർ യാത്ര പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളെ പരിപാലിക്കുമെന്ന് ഉള്ള വലിയൊരു ഉറപ്പ് ഈ സങ്കീർത്തനം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദാവീദാണ് എഴുതിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ദാവീദായിരിക്കാം എഴുതിയതെന്നാണ് വേദ പണ്ഡിതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു എങ്കിൽ പോലും രാജാവിന്റെ സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് ദാവീദിന് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നിശ്ചയമായും ദൈവം പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ദൈവം അരുളിച്ചതുപോലെ തന്നെ അവന് ഇസ്രായേൽ ജനത്തിന്റെ രാജാവാകുവാനായിട്ട് സാധ്യമായി. എന്നാൽ ദാവീദിന്റെ ആരംഭകാലങ്ങളിലെ പ്രതിസന്ധികളൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ യഹോവ അവനോട് കൂടെ ഇരുന്ന് അവന് ആ പറഞ്ഞതുപോലെ തന്നെ ദാവീദിനെ ആ രാജാവാക്കി അഭിഷേകം ചെയ്യുവാനും രാജാവായി വാഴുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ദാവീദിന് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവമായിട്ട് നമുക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മുഖ്യമന്ത്രി ഈ വാക്യത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനിടയിൽ തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം വേറൊരു സങ്കീർത്തനം 128 സങ്കീർത്തനത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നതായിട്ടൊക്കെ കേൾക്കുവാനിടയിൽ തീർന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും വായിക്കാൻ കഴിയുന്നതാണ്. അത് ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകമല്ല. ഏതൊരു വ്യക്തി, ഏതൊരു മനുഷ്യ സമൂഹത്തിൽ ഏതൊരു വ്യക്തിക്കും വായിക്കുവാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ അവർ പൂർണ്ണമായും യേശുവിന്റെ ശിഷ്യനായി തീരണം എന്ന് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അവർക്ക് അവരുടെ പാപത്തിൽ നിന്ന്, ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. അതല്ല, നിങ്ങൾക്ക് ബൈബിൾ വായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ദൈവവചനം വായിക്കുവാനും അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവരോട് പറയുവാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവവചനം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ഓൺലൈനിൽ ലഭിക്കുന്ന ഒരു ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ദിവസം വായിക്കാനായിട്ട് ബൈബിൾ വായിക്കുവാനായിട്ട് കഴിയും. ആ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലുള്ള വ്യക്തിയാകാം, ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടില്ലാത്ത വ്യക്തിയാവാം, ക്രിസ്ത്യാനിയുടെ ബൈബിൾ പുസ്തകമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാവാം. പക്ഷേ നിങ്ങൾക്കും ഈ വേദപുസ്തകം വായിച്ച് നിങ്ങൾക്ക് ആശ്വാസവാക്യങ്ങൾ കേൾക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം, ജീവിതത്തിലെ ഏതെല്ലാം പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, ആ പ്രതികൂലങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു ആത്മീയ ധൈര്യം തരുന്ന ദൈവിക വചനങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധ്യമാകും. ആ നിലയിൽ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മറ്റേത് വ്യക്തികളെ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി അവരുടെ ഏത് പ്രശ്നങ്ങളിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് പരിഹരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്, ആ ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിലൂടെ താൻ പങ്കുവെക്കുന്നത്. എന്നാൽ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 118 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തിലാണ് നമ്മളങ്ങനെ കാണുന്നത്. അപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പരിമിതികളുണ്ട്. വ്യക്തികൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിനൊക്കെ താൽക്കാലികമായ കാര്യങ്ങളെ മാത്രമേ ചെയ്യാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പൂർണ്ണമായും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുവാനോ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ കൂടെ നിൽക്കുവാനോ മനുഷ്യർക്ക് സാധ്യമായെന്ന് വരില്ല. അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാലും നമ്മുടെ സഹോദരങ്ങളായാലും എല്ലാ വ്യക്തികൾക്കും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുവാനായിട്ട് സാധ്യമായെന്ന് വരികയില്ല. എന്നാൽ എപ്പോഴും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ കഴിയുന്ന വ്യക്തി നമ്മുടെ സൃഷ്ടിതാവായ ദൈവം മാത്രമാണ്. അപ്പം അതുകൊണ്ട്
എന്നെ കേൾക്കുന്ന വ്യക്തികളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നിരാശയോടെ ഭാരത്തോടെയൊക്കെ ആയിരിക്കുന്നെങ്കിൽ ഈ ദൈവവചനത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനായിട്ട് സാധ്യമാകും. ആ നിലകളിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു.